ഇത് 2012 alto ആണ്. ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞത് ബ്രേക്കിൻ്റെ ലൈറ്റ് അകത്ത്, അതായത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലൈറ്റ് അകത്ത് ഒരു ലൈറ്റ് അകത്ത് കത്തി കിടപ്പുണ്ട്. അത് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലൈറ്റാണ്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബ്രേക്ക് ഫ്ലൂയിഡ് കുറഞ്ഞിട്ടാണ് ആ ലൈറ്റ് കത്തി കിടക്കുന്നത്. ബ്രേക്ക് ഫ്ലൂയിഡ് കുറയാനുള്ള കാരണം ഇതിൻ്റെ ഫ്രണ്ട് വീൽ ലീക്കില്ല, ബാക്ക് വീൽ ലീക്കില്ല. അപ്പോൾ എങ്ങനെയാണ് ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കാവാനുള്ള കാരണം? പക്ഷെ നമ്മൾ മാസ്റ്റർ സിലിണ്ടറിൻ്റെ അവിടെ നോക്കുമ്പോൾ ചെറിയ ഒരു ലീക്കായിട്ടൊന്നും കാണാനില്ല. ചെറിയൊരു വര പോലെ ബ്രേക്ക് ഫ്ലൂയിഡ് ഒഴുകിയതായിട്ടുള്ളത് താഴെയൊന്നും കാണാനുമില്ല. ഓക്കെ, ഈ ടൈപ്പ് മോഡൽ വണ്ടികൾക്ക് മാസ്റ്റർ സിലിണ്ടർ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ, അതായത് ലീക്ക് ആയിക്കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ട് അധികം ഫ്ലൂയിഡ് വരുന്നതായിട്ട് കാണാൻ പറ്റുകയില്ല. ഈ ബൂസ്റ്ററിൻ്റെ ഉള്ളിലായിട്ട് ഈ ലീക്കാവുന്ന ഫ്ലൂയിഡ് ഈ ബൂസ്റ്ററിൻ്റെ ഉള്ളിലായിട്ട് വന്ന് കിടക്കും. അത് നമുക്ക് മാസ്റ്റർ സിലിണ്ടർ അഴിച്ചാലേ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് മാസ്റ്റർ സിലിണ്ടർ അഴിച്ചിട്ട് ഫ്ലൂയിഡ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. അതിനായിട്ട് മാസ്റ്റർ സിലിണ്ടർ മെയിനായിട്ട് അഴിക്കാൻ വേണ്ടിയിട്ട് 2 നട്ടുണ്ട്. ഒന്ന് ഇത്, അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു നട്ട്. ഓക്കെ, പിന്നെ 4 ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പ് അഴിച്ചുകൊണ്ടായിട്ടുണ്ട്. 1, 2, പിന്നെ താഴെയായിട്ട് 1, 2, അങ്ങനെ ടോട്ടൽ 4 ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ നട്ട് നമുക്ക് അഴിച്ചെടുക്കണം. ഓക്കെ, അതുപോലെ ഈ സോക്കറ്റ് അഴിച്ചുകൊണ്ടായിട്ടുണ്ട്. ഇതാണ് ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ ലോ കുറയുമ്പോൾ കത്തുന്ന, ഇതാണ് അതിൻ്റെ ഫ്ലോട്ട്. അതിൻ്റെ സോക്കറ്റും അഴിച്ചുകൊണ്ടായിട്ടുണ്ട്. ഓക്കെ, നമുക്ക് അഴിച്ചു വിട്ട് നോക്കാം. അതുപോലെ തന്നെ ബ്രേക്ക് പൈപ്പ് ലൂസ് ചെയ്യാനായിട്ട് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യേണ്ടത് ഈ ടൈപ്പ് സ്പാൻഡ് ആയിരിക്കണം. ഇല്ലെങ്കിൽ നമുക്ക് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് അഴിക്കാം. നമ്മളിപ്പോൾ ഇതിൻ്റെ കണക്ഷനിൽ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഓക്കെ, 2 ബ്രേക്ക് ഫ്ലൂയിഡിൻ്റെ പൈപ്പിൻ്റെ കണക്ഷൻ അഴിച്ചു കൊടുത്തു. അതുപോലെ താഴത്തെ 2 കണക്ഷൻ അഴിച്ചു കൊടുത്തു. ഇവിടുത്തെ നട്ട് അഴിച്ചെടുത്തു. അതേപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ നട്ട് അഴിച്ചെടുത്തു. ഇതാണ് എൻ്റെ നട്ട് വാഷർ. 12ൻ്റെ 2 നട്ടും 2 വാഷർ. നമുക്കിത് ഊരിയെടുക്കാം. സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാം. അപ്പോൾ നമുക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് നിറഞ്ഞു കിടക്കുന്നത്. ഓക്കെ, ബ്രേക്ക് ഫ്ലൂയിഡാണ് ചുമന്ന ഒരു റെസ്റ്റും എല്ലാം കൂടെയാണ് ചുമന്ന് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മെയിനായിട്ട് മാറേണ്ടത് മാസ്റ്റർ സിലിണ്ടറാണ്. അതായത് ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിനകത്ത് പോയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇങ്ങനെ ആവാൻ, ഇതിങ്ങനെ നിറഞ്ഞ് വന്നു കഴിഞ്ഞാലുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല നിറവായി കഴിഞ്ഞാൽ, നല്ലപോലെ ബ്രേക്ക് ഫ്ലൂയിഡ് ഇതിനകത്ത് നിറഞ്ഞു കഴിഞ്ഞാൽ, ഇത് ബ്രേക്കിൻ്റെ വാക്യൂം ലൈനാണ്. ഇതുവഴി ബ്രേക്ക് ഫ്ലൂയിഡ് കയറി പോകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അങ്ങനെ വണ്ടിക്ക് ചെറിയ സ്മോക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ ഇത് അതുവരെ നിറഞ്ഞിട്ടില്ല. ഒരു ഏകദേശം 1/4 ലെവലായി. ക്ലിയറായിട്ട് കാണാൻ പറ്റും ഇതിനകത്ത് ബ്രേക്ക് ഫ്ലൂയിഡ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ നമുക്ക് മാറണം. ഇതാണ് ഇതിൻ്റെ മാസ്റ്റർ സിലിണ്ടർ. ഇതുവഴിയാണ് ലീക്ക് ആവുന്നത്. ഓക്കെ, നമുക്ക് പുതിയത് ഫിറ്റ് ചെയ്യാം.